UDFിലെ പ്രബല കക്ഷിയായി മാറാൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കഴിയും എന്ന് വ്യക്തമാക്കുന്ന പ്ലാനിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് UDFിനകത്ത് നമുക്കറിയാം കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ നിയമസഭയിൽ സീറ്റുകൾ ഉള്ളത്. അത് കൃത്യമായും 90-ലധികം സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും 22 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. ഭരണം പിടിക്കണമെങ്കിൽ കോൺഗ്രസ് മാത്രമല്ല, സഖ്യകക്ഷികളും കിണഞ്ഞ് പരിശ്രമിച്ചാലേ മതിയാവുകയുള്ളൂ. അതിനകത്ത് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമാണ് ഏറെ നിർണായകമായ ഘടകങ്ങൾ. അഥവാ ഘടകകക്ഷികളായി അവർ പിടിക്കുന്ന സീറ്റ് പോലെ ഇരിക്കും മുന്നണി ഭരണം. എന്നാൽ കോൺഗ്രസ് 40 അതിൽ കൂടുതലോ MLA-മാരെ നേടിയെടുത്താൽ മാത്രമേ 70 എന്ന മാന്ത്രിക സംഖ്യ കടക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ നിയമസഭാ അംഗങ്ങളുടെ കാര്യത്തിൽ 41 എന്ന രീതിയിൽ ചുരുങ്ങിയിരിക്കുകയാണ്. അവിടെയാണ് സാഹചര്യങ്ങൾ മാറി മറിയേണ്ടത്. ഇപ്പോൾ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ടത് 2 നിയമസഭാ മണ്ഡലങ്ങളാണ്, ആലത്തൂരും പാലക്കാട്. ഇവിടെ ശക്തമായി മുന്നണി ഒറ്റക്കെട്ടായി മത്സരിക്കണം എന്ന തീരുമാനം കൃത്യമായി എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാധാന്യമുള്ള മണ്ഡലങ്ങൾ ഇടുക്കിയിലും അതുപോലെ കോട്ടയത്തുമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുട ഉൾപ്പെടെയുള്ള മേഖലകൾ പിടിച്ചെടുക്കാൻ കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അണികളോട് പ്രവർത്തനം ആരംഭിക്കാൻ പറഞ്ഞിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഒരു മുന്നേറ്റത്തിൻ്റെ കൃത്യമായ കാര്യം മനസ്സിലാക്കിയായിരിക്കും നിയമസഭയിൽ സീറ്റുകളുടെ എണ്ണം നിശ്ചയിക്കപ്പെടുന്നത്. കൃത്യമായും ജോസഫ് ഗ്രൂപ്പിന് അറിയാം കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങിക്കേണ്ടതിൻ്റെ അനിവാര്യത എന്താണ് എന്നുള്ളത്. സഖ്യകക്ഷിയായ RSPക്ക് കാര്യമായ പ്രാതിനിധ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ, RSP പിളർപ്പിൻ്റെ വക്കിലായതുകൊണ്ട് തന്നെ RSPയിൽ കാര്യമായ മുന്നേറ്റമൊന്നും ഇല്ല. ആ സ്ഥലം കൂടി, ആ സ്പേസ് കൂടി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നു. അനൂപ് ജേക്കബും അതുപോലെ മാണി സി കാപ്പനുമൊക്കെ ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയ പ്രതീക്ഷ തന്നെയായിരിക്കും ജോസഫ് ഗ്രൂപ്പിനുള്ളത്. ഒരു വിശാല പാർട്ടി മുന്നേറ്റം, ഒരു വിശാല ലയനം, അതാണ് ജോസഫ് ഉന്നയിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നേതൃ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ജോസ് കെ മാണിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കാരണം ജോസ് കെ മാണിയാണ് KM മാണിയുടെ വിയോഗത്തിന് ശേഷം പാർട്ടിയെ ഒന്നടക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഇത്തവണ 5 MLA-മാരുമുണ്ട്, പാർട്ടി അധികാരത്തിലുമുണ്ട് എന്ന് വിചാരിച്ച് ഗർവോടെ ഇരിക്കുമ്പോൾ ജോസഫിൻ്റെ നീക്കങ്ങൾ എന്നത് പ്രവചനാതീതം തന്നെയാണെന്ന് ജോസ് കെ മാണി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. PJ ജോസഫ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. തന്നെ അവഹേളിച്ച, തന്നെ ഒതുക്കാൻ രാഷ്ട്രീയത്തിൽ നാണം കെട്ട കളി കളിച്ച ജോസ് കെ മാണിയെ പുകച്ച് പുറത്തിയടിക്കുക കേരള രാഷ്ട്രീയത്തിൽ നിന്നും എന്നതാണ് ജോസഫിൻ്റെ ഏറ്റവും വലിയ തപസ്യയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. കടുത്തുരുത്തിയും തൊടുപുഴയും മാത്രമല്ല, വളരെ വൈകാതെ തന്നെ കുഞ്ഞാറും ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയും ഇടുക്കിയുമൊക്കെ തിരികെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ജോസഫ് ഗ്രൂപ്പ് നടക്കുന്നത്. അത് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലേക്ക് അണികളും ഒഴുകിയെത്തുകയാണ്. നിയമ നടപടിക്കും പാർട്ടി ചിഹ്നം ഔദ്യോഗികമായി ജോസഫ് ഗ്രൂപ്പിന് ലഭിക്കാനും നേരത്തെ ഒരു പോരാട്ടം നടത്തിയതാണ്. ആ ആദ്യ പോരാട്ടത്തിൽ തോറ്റെങ്കിലും വളരെ വൈകാതെ തന്നെ വീണ്ടും 2ാം ഘട്ടം ആരംഭിക്കാൻ അദ്ദേഹം തീവ്രമായി ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.